Hello, Assalamu alaikum. Very good morning. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ മോഡിൽ വരിക, റിലാക്സ് ആയിട്ടിരിക്കുക. നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. ഓക്കെ, എവരിവൺ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത്. ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം ഉള്ളോട്ടെടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വായിലൂടെ പുറത്തേക്ക് വിടുക. ഓക്കെ, ഒരിക്കൽ കൂടെ നല്ലൊരു ദീർഘമായിട്ടുള്ള ശ്വാസം ഉള്ളോട്ടെടുക്കുക, ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക, വായിലൂടെ പുറത്തേക്ക് വിടുക. ഓക്കെ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ നന്മകളും പോസിറ്റീവായിട്ടുള്ള എനർജികളും പോസിറ്റീവായിട്ടുള്ള വെളിച്ചങ്ങളൊക്കെ നിങ്ങളുടെ ശ്വാസത്തിലൂടെ, നിങ്ങളുടെ മൂക്കിലൂടെ നിങ്ങളുടെ ഉള്ളോട്ട് കടക്കുകയാണ്. ആ ഒരു എനർജി നിങ്ങളുടെ ശരീരം മുഴുവനായിട്ട് സ്പ്രെഡ് ആവുന്നു. ശേഷം നിങ്ങളുടെ ശരീരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് വൈബ്രേഷൻസും ഒക്കെ വായിലൂടെ പതുക്കെ പുറത്തേക്ക് വിടാവുന്നതാണ്. സോ once again, deep breath, take a deep breath and hold on and release. Okay, very good. And നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളിലേക്കും ശ്രദ്ധിക്കാം. എല്ലാം റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കാല്, തുടയെല്ലുകള്, ഊര, വയറിന്റെ ഭാഗം, നെഞ്ഞിന്റെ ഭാഗം, കഴുത്ത് ഇവയെല്ലാം പൂർണ്ണമായിട്ടും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം കഴുത്തിന്റെ ഭാഗം, തല, മുഖം, നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണ്, കവിള് എല്ലാം റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ ആന്തരിക അവയവങ്ങളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്, സൂപ്പർ. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വപ്ന ജീവിതത്തിലേക്ക് പോകാം. കുറച്ചു സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിലേക്ക് ഫോക്കസ് ചെയ്യാം. നല്ലൊരു ടീനേജർ ആയിട്ട്, നല്ല ഇൻസ്പയർഡ് ആവുന്ന ഒരു ടീനേജർ ആയിട്ട് ചുറ്റിലുമുള്ള ആളുകൾക്ക്, നിങ്ങളുടെ പാരന്റ്സിന്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ, നിങ്ങളുടെ ഫാമിലീസിനിടയിൽ എല്ലാം നല്ലൊരു ഇൻസ്പയർഡ് ആവുന്ന ഒരു ഗേളായി മാറുന്നതും ഒരു നല്ല ബോയ് ആയി മാറുന്നതൊക്കെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതാണ്. അക്കാദമിക്കലി നല്ല റിസൾട്ടുകൾ കൊണ്ടുവരാൻ പറ്റുന്ന, നല്ല മാർക്കുകളൊക്കെ വാങ്ങിയിട്ട് നല്ല വൻ വിജയങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റുന്ന, ബിഹേവിയർ കൊണ്ടും പേഴ്സണാലിറ്റി കൊണ്ടൊക്കെ ആളുകളെ ഏറ്റവും നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടീനേജറായി മാറുന്നത് നിങ്ങൾക്ക് സ്വപ്നം കാണാം. ഇമോഷണലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായി മാറുന്നത് നിങ്ങൾക്ക് സ്വപ്നം കാണാം. നിങ്ങളിപ്പം ഏതവസ്ഥയിലാണോ ഉള്ളത് അതിൽ നിന്നിട്ട് ബെറ്റർ ആയി വരുന്ന ഓരോ ദിവസങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് സ്വപ്നം കാണാം. നിങ്ങളുടെ പഠനത്തില് നിങ്ങൾക്ക് ഏറ്റവും നല്ല മികവോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതും, ഏറ്റവും നല്ലൊരു മോളായിട്ട് മകനായിട്ട് പഠിക്കാൻ പറ്റുന്നതും ഒക്കെ നിങ്ങൾക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം. കുറച്ച് സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്വപ്ന ലോകത്തിലൂടെ ജീവിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിച്ചിട്ട്, നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇമോഷൻസ് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് അത് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഇമോഷൻസ്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ്, നിങ്ങൾ ആ സക്സസ് പാത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാൻ പറ്റുന്നുണ്ട്. സോ അതിങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ്സ് നിങ്ങൾക്ക് അതിൽ തന്നെ ജീവിക്കാം.
ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഇനി നമുക്ക് മെല്ലെ തിരിച്ചു വരാം. നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്തു വിട്ടതിനു ശേഷം ഒന്ന് റിലാക്സ് ആയിട്ട് തിരിച്ചു വരാവുന്നതാണ്. ഓപ്പൺ യുവർ ഐസ്. തിരിച്ചു വന്നവരൊക്കെ പെട്ടെന്ന് വീഡിയോ മോഡിൽ വരിക കേട്ടോ. ഓക്കെ, തിരിച്ചു വന്നില്ലേ? ഓക്കെ, വെരി ഗുഡ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ചാറ്റിങ്ങിലൂടെ നിങ്ങളുടെ റെസ്പോൺസ് അറിയിക്കുക കേട്ടോ. വോയിസിൽ പറയാൻ പറ്റുന്ന ആളുകൾ വോയിസിൽ പറയുക, അല്ലാത്തവർ ചാറ്റിങ്ങിലൂടെ അറിയിക്കുക. ഓക്കെ, വെരി ഗുഡ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നും നമ്മൾ പറയുന്നത് പോലെ തന്നെ പറ്റുന്നവർക്ക് വീഡിയോ മോഡിൽ വരിക, ആ ഒരു മോർണിംഗ് വൈബ്രേഷനോട് കൂടിയിട്ട് തന്നെ ഇരിക്കുക. ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് വേക്കപ്പ് ഏർലി മോർണിംഗ് എന്നുള്ളതാണ്. ഇപ്പം മുന്നേ ഉള്ള ക്ലാസ്സുകളൊക്കെ പങ്കെടുത്തവർക്ക് അറിയാം, അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതും തന്നെയാണ് നമ്മളുടെ മോർണിംഗിലെ കുറച്ച് സമയം നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അല്ലെ. അത് അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. മോർണിംഗിൽ നമ്മൾ ആ ഒരു വൈബ്രേഷനോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വൈബ്രേഷനോട് കൂടി നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഇമ്പോർട്ടൻസ് അത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ, നേരത്തെ എണീക്കുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുക എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല. നമുക്ക് എന്തോ മടി കാരണം നമ്മൾ അതിലെന്നെ നമ്മൾ എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ പോകുന്നതെങ്കിൽ അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. ഓക്കെ, വേക്കപ്പ് ഏർലി മോർണിംഗ്. നമ്മൾ കിടക്കയുദ്ധം കഴിഞ്ഞിട്ട് കിടക്കയിൽ കിടന്നിട്ട് നമ്മൾ ആ ചുരുണ്ടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ. ഇപ്പൊ എണീക്കണോ, കുറച്ചും കൂടെ കിടക്കാം അല്ലെ. ഇപ്പൊ പ്രത്യേകിച്ച് ഈ സമയത്ത് നല്ല മഴയാണ്, കുറച്ചും കൂടെ കിടന്നാലോ. ഓക്കെ, സ്കൂളിൽ പോകാനാവുമ്പോ കുറച്ച് സമയം നേരത്തെ മുന്നേ എനിക്ക് പെട്ടെന്ന് മാറ്റി ഒരുങ്ങി പോവാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എണീക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കിടക്കും അല്ലെ. കിടക്കയിൽ കിടന്നിട്ടൊരു യുദ്ധത്തിന് നിങ്ങൾ റെഡിയാണെങ്കിൽ പെട്ടെന്ന് എണീക്കുക. ഓക്കെ, കിടക്കയുദ്ധം കഴിഞ്ഞ് എണീക്കുക, വേറൊന്നും ആലോചിക്കണ്ട. കിടക്കയോട് യുദ്ധം ചെയ്യുക. ഇല്ല, എനിക്ക് കിടക്കാൻ പറ്റൂല, ഞാൻ എണീക്കണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ഈ ലോകത്തേക്ക് ഒരുപാട് ഫ്ലറിഷ് ചെയ്യാനുണ്ട്, സോ എനിക്കിവിടെ കിടക്കാൻ കഴിയൂല. അതായത് എനിക്ക് ഞാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. രാത്രി ഒരു 10:30-11 മണി മുതൽ രാവിലെ ഒരു 5 മണി വരെ. സോ അതാണ് എന്റെ ബെഡ് ടൈമും. അത് കഴിഞ്ഞാൽ ഞാൻ ബെഡിൽ നിന്ന് എണീക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, 5 മണിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കുക. സോ നമ്മൾ സൂര്യന് മുന്നേ എന്നിട്ട് സൂര്യനോടൊപ്പം ഈ ലോകത്തെ കണ്ടു തുടങ്ങുക. സൂര്യന് മുന്നേ എണീറ്റിട്ട് സൂര്യനോടൊപ്പം ഈ ലോകം കണ്ടു തുടങ്ങുക നമ്മളും. അത് വേറൊരു പവർഫുൾ ആയിരിക്കും, അത് മറ്റൊരു ലെവലിൽ നമ്മളെ കൊണ്ടെത്തിക്കും. സോ അൺലോക്ക് യുവർ സൂപ്പർ പവർ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, യൂഷ്വലി വെൻ ഡു യു വേക്കപ്പ്? സാധാരണ നിങ്ങൾ എപ്പോഴാണ് എണീക്കാറുള്ളത്? ചിലപ്പോ 5 മണിക്ക് എണീക്കും, അല്ലെങ്കിൽ എന്നും ഡെയിലി നീക്കല് 5:15 അല്ലെങ്കിൽ 5:30. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ബാക്കിയുള്ളവരുടെയൊക്കെ എങ്ങനെയാണ്? ഞാൻ ഇതേപോലെ തന്നെ ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേന് നിൽക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ബാക്കിയുള്ളവര്? ഞാനൊരു 6 മണിക്ക്. ഓക്കെ, റൂബ പറഞ്ഞോളൂ. സാധാരണ എണീക്കൽ 5:30-ക്കാണ്. പിന്നെ കൂടുതൽ പഠിക്കാനും ഇതിനൊക്കെ ഉണ്ടെങ്കിൽ 4:30 4 മണി, അതിന് പഠിക്കാനുള്ളതിനനുസരിച്ച് എണീക്കും. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് നെക്സ്റ്റ്? എക്സാം ഉള്ള ദിവസമൊക്കെ ആണെങ്കിൽ 5:30-ക്കൊക്കെ നീക്കും. ഇപ്പൊ 6 മണിക്കൊക്കെ നീക്കലുള്ളൂ. ഓക്കെ, 5:30 മദ്രസ ഇല്ലെങ്കിൽ 6 മണി. ഓക്കെ, ഗുഡ്. നമുക്ക് ആക്ച്വലി നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും അല്ലെ.
നേരത്തെ എണീക്കുന്നവർക്ക് ഏർലി മോർണിംഗ് 5 AM എണീക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു 5:30 എണീക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എത്രത്തോളം ഫ്രഷ് ആയിരിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും എന്നുള്ളത്. ചില ആളുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റിട്ടാണ് പഠിക്കാറുള്ളത്. ആ ഒരു സമയത്ത് അന്തരീക്ഷം കാമായിരിക്കും. നമ്മുടെ ചുറ്റിലുള്ള ആളുകളൊക്കെ ഉറങ്ങുന്ന ഒരു സമയമാണ് അല്ലെ. നമ്മുടെ ചുറ്റിലുള്ള ആളുകള്, ഈ ലോകം മുഴുവനും ഉറങ്ങുന്ന സമയം, പ്രപഞ്ചം ഉറങ്ങുന്ന സമയം, പക്ഷികള്, മൃഗങ്ങള് ഒക്കെ കാമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. ഈവൻ നമ്മളുടെ നേച്ചർ പോലും കാമായിട്ടുള്ള ഒരു അവസ്ഥയില് നമ്മൾ എണീറ്റ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ആണ് ഫീൽ ചെയ്യുക. ഓക്കെ, വാഹനങ്ങളുടെ ശബ്ദങ്ങൾ ഉണ്ടായിരിക്കൂല, മറ്റു പക്ഷികളുടെ ശബ്ദങ്ങൾ ഉണ്ടായിരിക്കൂല, മനുഷ്യരുടെ ശബ്ദങ്ങൾ കൂടുതലായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, ഉപകരണങ്ങളെ ശബ്ദങ്ങളൊക്കെ എന്തായിരിക്കും, നിശ്ചലമായിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എണീക്കുമ്പോൾ നമ്മളുടെ വൈബ്രേഷൻ ഹൈ ആയിരിക്കും, നമ്മളുടെ ചുറ്റിലുള്ള വൈബ്രേഷൻ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പം ആ ഒരു ഹൈ വൈബ്രേഷനിൽ നിന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിന് വല്ലാത്തൊരു പവർ ഉണ്ടായിരിക്കും. സോ ആ ഒരു വൈബ്രേഷന് നമുക്ക് ആ ഒരു വോൾ ഡേ കീപ്പ് ചെയ്യാനും കൂടെ പറ്റും. സോ നമ്മൾ ഒരു പർപ്പസ്, നമ്മളിപ്പോ ഓക്കെ സ്കൂളുണ്ട്, സ്കൂളിലേക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാനാണ് എണീക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇന്റൻഷനോട് കൂടി മാത്രമല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കും കൂടെ വേണ്ടിയിട്ട് ഏറ്റവും കാമായിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് നമ്മുടെ സെൽഫിനും കൂടെ സമയം കൊടുക്കാൻ പറ്റിക്കൊണ്ട് നമുക്ക് എണീക്കാൻ പറ്റണം. ഓക്കെ, നമ്മൾ അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള പീപ്പിൾസ് ഒക്കെയും അവര് നേരത്തെ എണീറ്റിട്ടുള്ളവരായിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലോകം, ഈ പ്രപഞ്ചം, അതായത് സാധാരണമായിട്ട് ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവര് സുഖനിദ്രയിലായിട്ട് അവരുടെ സുഖത്തോട് കൂടിയിട്ട് അവര് നിദ്രയിലായിരിക്കുന്ന ആ സമയത്ത് ഈ വിജയിച്ച ആളുകള് നേരത്തെ എണീറ്റിട്ട് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ ഏർലി മോർണിംഗ് ഒരു 5 AM എണീറ്റിട്ട് കുറച്ച് സമയം സെൽഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം എക്സാമിന് പഠിക്കുക അല്ലെങ്കിൽ സ്കൂളിലേക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ കുറച്ച് സമയം കാമായിട്ട് നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാത്ത എന്തൊക്കെയോ സ്കില്ലുകൾ നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ചില ആളുകൾക്ക് എഴുതാനൊക്കെ കഴിവുണ്ടാവും അല്ലെ. ചിലപ്പോൾ അതിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. പാട്ട് പാടാൻ കഴിവുള്ളവര്, എഴുതാൻ കഴിവുള്ളവരും, പല ആക്ടിവിറ്റീസിനൊക്കെ കഴിവുള്ളവരുണ്ടാവും. സോ നമ്മൾ ചിന്തിക്കാത്ത പല കഴിവുകൾ പോലും നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റിട്ട് കുറച്ച് സമയം നമ്മുടെ സെൽഫിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇങ്ങനെ കാമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സെൽഫ് ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ എവിടേക്കെയോ ചില സാധനങ്ങൾ ഇങ്ങനെ കത്തുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊക്കെ എന്റെ പല പ്രോഗ്രാംസിനുള്ള ഷെഡ്യൂളുകളും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാറുള്ളത് ഏർലി മോർണിംഗിലാണ്. ആ സമയത്ത് നമ്മൾ പോലെ അറിയാം എവിടേക്കെയോ നമുക്ക് നല്ല നല്ല ഐഡിയാസ്, നല്ല നല്ല കണക്ഷൻസ് ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങും. നമ്മൾ ഒരു വേറെ വൈബ്രേഷനിലായിരിക്കും ആക്ച്വലി നമ്മൾ ആ സമയത്ത് നമ്മളുടെ വർക്കിലേക്ക്, നമ്മുടെ സെൽഫിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ. അപ്പം തീർച്ചയായിട്ടും എന്റെ ഓരോ മക്കളും എന്ത് ചെയ്യണം, ആ ഒരു മോർണിംഗ് വൈബ്രേഷനെ ഫീൽ ചെയ്ത് തുടങ്ങണം, അത് അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സെൽഫിലേക്ക് നമുക്ക് ടൈം കൊടുക്കാൻ പറ്റണം. ഓക്കെ, ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് നമുക്ക് എണീക്കാൻ പറ്റണം, സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് നമുക്ക് തൃപ്തികരമായിട്ട് ഉറങ്ങാൻ പോകാനും പറ്റണം. എന്നാൽ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറാൻ പറ്റും. നമ്മള് ബാക്കി എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നല്ല ഹാപ്പി ആയിട്ട് നല്ല സമാധാനത്തോട് കൂടിയിട്ട് ഉറങ്ങാൻ പോകാൻ പറ്റണം. നമുക്കൊക്കെ പലപ്പോഴും പിഴവ് പറ്റുന്നത് എവിടെയാ വെച്ച് കഴിഞ്ഞാല്, ഇപ്പം നമ്മൾ ഡിജിറ്റൽ വേൾഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ ഉറങ്ങുന്നതേ ഫോണും കൊണ്ടായിരിക്കും, എണീക്കുന്നതും ഫോൺ കൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഫോണായിരിക്കും. അപ്പം നമ്മുടെ സെൽഫിനോ നമുക്കോ അതിലൊരു റോൾ ഉണ്ടായിരിക്കൂല നമ്മളെ ലീഡ് ചെയ്യുക എന്നുള്ളതില്. ഇത് ചിലപ്പം പറയുമ്പോ നമുക്കൊരു സിമ്പിൾ ആയിട്ട് തോന്നും, അതിലിപ്പോ എന്തിരിക്കുന്നു തോന്നുമായിരിക്കും. പക്ഷെ അതിന്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കുക. ഏർലി മോർണിംഗും നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്തും നമുക്ക് നമ്മുടെ സെൽഫിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ ഡേയ്സിനെ എൻഡ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും പറ്റണം. എന്റെ മക്കള് വേറെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും, ഞാൻ പറയുന്ന നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് പറയാനുള്ളത്, ഈ മോർണിംഗിലുള്ള ഈ ഒരു നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ടൈമും അതുപോലെ ഉറക്കത്തിലേക്ക് പോകുന്ന ആ സമയത്തുള്ള പ്രൊഡക്റ്റീവ് ടൈമും നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ്.
ഒരു മാജിക് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് തോന്നും ഇപ്പം ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണോ അപ്പം ഉള്ളത് എന്ന് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. എനിക്ക് എന്റെ ടീൻസ് ക്ലബിലുള്ള മക്കളോട്, ടീനപ്പിലുള്ള മക്കളോടൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളുടെ ഞാനിപ്പോ ഈ പറഞ്ഞിട്ടുള്ള 2 സമയം പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റണം. എന്നിട്ട് അതിലൂടെ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ ഈ ലോകത്തേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. നിങ്ങൾ റെഡി അല്ലേ? റെഡി? ഓക്കെ, വെരി ഗുഡ്. ആൻഡ് നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ബെറ്റർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടും. നമ്മളൊരു അന്താളിച്ച് നിൽക്കുന്ന ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ നമ്മള് ലേറ്റ് ആയിട്ട് എണീക്കുന്നു, നമുക്കൊരു ഒന്നിനും ഒരു ഷെഡ്യൂൾ ഇല്ല, നമ്മളിങ്ങനെ ഒഴുക്കിനനുസരിച്ച് പോവാന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഒന്നും കിട്ടൂല. അത് നമുക്ക് പഠനത്തിന്റെ കാര്യത്തിലായാലും ബാക്കി എന്ത് കാര്യത്തിലായാലും കാര്യമായൊരു ഫോക്കസ് നമ്മളിങ്ങനെ ഒഴുക്കിനനുസരിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളായിട്ട് മാറും. പക്ഷെ നമുക്ക് ഒഴുക്കിനെതിരെ നീന്തുന്ന പെടയുന്ന മീനായി മാറാൻ പറ്റണം. ഓക്കെ, അപ്പം നമുക്ക് നല്ല ബെറ്റർ ഫോക്കസ് കിട്ടും. നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റിട്ട് നമ്മളെ ഡേ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ. അതുപോലെ നമുക്ക് മെന്റൽ ഹെൽത്ത് അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തില് മെന്റൽ ഹെൽത്ത് എന്നുള്ളതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ഫിസിക്കൽ ഹെൽത്തിനും. നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് നമുക്ക് ഏർലി മോർണിംഗ് എണീറ്റിട്ട് നമ്മുടെ സെൽഫിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും ഏർലി മോർണിംഗ് നേരത്തെ എണീറ്റ് കഴിഞ്ഞാലേ നമുക്ക് കുറച്ച് സമയം നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പറ്റും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ സെൽഫിന് വേണ്ടി സമയം മാറ്റിവെക്കുക എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് അതിന് അത്രമേൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. സോ നമുക്ക് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോ ലാസ്റ്റ് മിനിറ്റ് സ്കൂൾ പാനിക് എന്നുള്ള ഒരു ടേം. അതായത് നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ പാനിക് ആയിട്ട് സ്കൂളിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എക്സാംസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനുള്ള പ്രിപ്പറേഷൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതായിക്കൊള്ളട്ടെ, നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ പാനിക് ആയിട്ട് ധൃതി കൂട്ടിയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നേരത്തെ എണീറ്റിട്ട് കാമായിട്ട് കൂളായിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് റിലാക്സ് ആയിട്ട് നമ്മൾ സ്കൂളിലേക്ക് ഇങ്ങനെ പതിയെ ഒരുങ്ങിക്കൊണ്ടിരുന്നിട്ട് ആ ഒരു ടൈമിൽ ഓൺ ടൈമിൽ അല്ലെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ മൂവ് ഓൺ ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം, അല്ലെ? അപ്പൊ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. നമ്മൾ പാനിക് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതും ഒരു പ്രോഗ്രാമിന് വേണ്ടി സ്കൂളിൽ പല പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും, അല്ലെ? അപ്പൊ നമ്മൾ അതിന് പാനിക് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട് പാനിക് ആയിട്ട് അതിലേക്ക് ഒരുങ്ങുന്നതും നമ്മൾ കാമായിട്ട് കൂളായിട്ട് ടൈം എടുത്ത് അതിലേക്ക് ഒരുങ്ങുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, അല്ലെ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നേരത്തേക്ക് എണീച്ചിട്ട് സെൽഫ് ടൈം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുക, കൂളായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് തന്നെ കുറെ ഐഡിയാസ് കിട്ടും എങ്ങനെ. കാരണം നമ്മുടെ ഓരോരുത്തരുള്ളിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത് അപാരാണ്. നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരുപാട് കഴിവുണ്ട്. അപ്പം എന്ത് ചെയ്യാ, നിങ്ങൾ നേരത്തെ എണീറ്റിട്ട് ആ കഴിവുകളൊക്കെയും ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുക, ആ കഴിവുകളൊക്കെയും പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ നേരത്തെ എണീറ്റിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിള് അതും നല്ല കാമായിട്ട് നല്ല സൂപ്പർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഉറക്കം എന്നുള്ളത് വളരെ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെ? ഉറക്കം കിട്ടാത്ത ആളുകളുണ്ട്, കിടന്നാലും ഉറക്കം വരാത്ത ആളുകളുണ്ട്, ഉറങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇനി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആളുകളുണ്ട്, ഫോണിലും മറ്റൊക്കെ കളിച്ചിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആളുകളുണ്ട്. സോ നമ്മുടെ സ്ലീപ്പ് സൈക്കിള് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റലി ഫിസിക്കലി അത് നമ്മളെ ബാധിച്ചു തുടങ്ങും. അപ്പം നമ്മുടെ പഠന കാര്യങ്ങളിലും നമ്മളുടെ ഓരോ ദൈനംദിനത്തിലും അത് നമ്മളെ ബാധിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ ഹോൾ ലൈഫിനെ അത് ബാധിക്കും. ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ഒരു വേസ്റ്റ് ആവുന്ന രീതിയിലേക്കുള്ള ലൈഫ് ആയിരിക്കും നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് കൗമാരക്കാരായ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേറെ ഒരു പരിപാടി ഇല്ല, അല്ലെ? നിങ്ങൾക്ക് വീട്ടില് മക്കളെ നോക്കണം, അല്ലെങ്കിൽ പിറ്റേന്നൊക്കെയുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ
മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ലേറ്റ് ആയി ഉറങ്ങുക അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കാൻ പറ്റുക എന്നുള്ള സിറ്റുവേഷനിലൂടെ ഒന്നും അല്ല നിങ്ങൾ പോകുന്നുണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റീവ് ആവുന്ന ഒരു സ്റ്റുഡന്റ് ആയിട്ട്, ഒരു ടീനേജർ ആയിട്ട് മാറാൻ പറ്റും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. വെറുതെ അനാവശ്യമായിട്ട് ഫോണിൽ കളിച്ചിട്ട് ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഫോൺ യൂസിങ് ആണ്. ഇപ്പം ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ചുരുങ്ങിയത് 1 മണിക്കൂർ നിങ്ങൾ ഫോൺ യൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇപ്പം സ്കൂളിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 1 മണിക്കൂർ ഡെയിലി ചുരുങ്ങിയത്, അല്ലെങ്കിൽ ഏറിപ്പോയാല് മാക്സിമം നിങ്ങൾ 1 മണിക്കൂർ വരെ ഫോൺ യൂസ് ചെയ്താൽ മതി. അത് പല പർപ്പസിനായിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ, എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ പല അക്കൗണ്ടുകളൊക്കെ ലീഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും. സോ അതൊക്കെ ഒന്ന് കാണാനും അതിനൊക്കെ ഒന്ന് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുക. സോഷ്യൽ മീഡിയ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വന്ന എന്തെങ്കിലും ഇമ്പോർട്ടന്റ് മെസ്സേജുകൾ നോക്കാൻ, എന്തെങ്കിലും റീൽസോ കാര്യങ്ങളോ കാണണമെങ്കിൽ ഒരു 15 മിനിറ്റ് ഡെയിലി നമ്മൾ റീൽസ് അല്ല, നമ്മൾ ഫോൺ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ബാക്കി ഒരു 45 മിനിറ്റ് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറോ ഒക്കെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ChatGPT, ഗൂഗിള്, അങ്ങനെ പല ഫ്രീ ആയിട്ട് നമുക്ക് നോളജുകൾ കിട്ടുന്ന പല ആപ്പുകളും ഉണ്ട്. പല ആപ്പുകളുണ്ട്. നമ്മൾ ഏതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതൊക്കെ അങ്ങനെയുള്ള ആപ്പുകൾ വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ നോളജിനെ ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ സ്കില്ലുകളെ ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക, ഒരുപാട് അറിവുകൾ നേടാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മളെ ലാംഗ്വേജ് അതിനെ നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ലാംഗ്വേജ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്താ പറയാ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിക്കൊള്ളട്ടെ, നമുക്ക് അറബിക്, അതുപോലെ ഹിന്ദി, ഇതൊക്കെ നമുക്ക് ലാംഗ്വേജ് ബെറ്റർ ചെയ്യാൻ പറ്റുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലാംഗ്വേജുകൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ലാംഗ്വേജ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ സക്സസ്ഫുൾ ആയി പാസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്കൂൾ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മക്കളെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കുറെ ആളുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് ഇടപെടാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ബെറ്ററൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പം കുറച്ചൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കോഴ്സ് എടുത്തിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അറബിക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാണ്, കുറച്ച് സമയം സെൽഫിലേക്ക് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് വഴിയോ മറ്റൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളുടെ അധ്യാപകരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന ലാംഗ്വേജുകൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങുക. ഇപ്പം വിദ്യാർത്ഥികളാണല്ലോ അല്ലെ, നിങ്ങൾക്ക് ഒരു 4 ലാംഗ്വേജ് എങ്കിലും ചുരുങ്ങിയത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല അടിപൊളിയായിട്ടുള്ള കാര്യമായിരിക്കും. സോ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക ഒരു 4 ലാംഗ്വേജ്. ഇപ്പം അറബിക്, ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും സ്പാനിഷോ തമിഴോ, അങ്ങനെ ഏതെങ്കിലും ഒരു ലാംഗ്വേജും കൂടെ നമ്മൾ എക്സ്ട്രാ പഠിക്കും എന്നുള്ളത് ഒന്ന് ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് ഇന്ന് മുതൽ അതിനും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെങ്കിലും ഞാൻ ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഒന്ന് ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെക്കുക. ഓക്കെ, ദെൻ എന്തുകൊണ്ടാണ് നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റാത്തത് എന്നറിയോ? അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ലേറ്റ് നൈറ്റില് ഫോൺ യൂസ് ചെയ്യാന്നുള്ളത്. നമ്മൾ ലേറ്റ് നൈറ്റ് സ്ക്രീൻ ടൈം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ നമുക്ക് ഓവർ തിങ്കിങ്, നമുക്ക് ഉറങ്ങാൻ കിടന്നിട്ടും നമുക്ക് ഉറക്കം വരുന്നതിന് നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ നേരത്തെ എണീക്കുന്നതിൽ നിങ്ങളെ തടയും. അതുപോലെ നൈറ്റ് സ്ക്രീൻ ടൈം ഒരുപാട് ഉണ്ടെങ്കിൽ അതും നിങ്ങളെ, അതായത് ഇപ്പം പല ആളുകളും 12-1 മണി വരെയൊക്കെ ഫോണിൽ വെറുതെ കളിച്ചോണ്ടിരിക്കും അല്ലെ. റീൽസ് ഒന്നും നമുക്ക് ഒരു ആവശ്യമില്ലാത്തതായിരിക്കും, പക്ഷെ നമ്മൾ അത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഇപ്പൊ അതാണ് സ്ക്രീൻ അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന സംഗതി. നമ്മൾ ഒന്നിലേക്ക് ജസ്റ്റ് ഒരു റീല് നോക്കിക്കൊണ്ടിരുന്നാല് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇങ്ങനെ ഓരോ റീൽസും ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. സോ നമ്മളിലൊരു ഉറപ്പ് വേണം. ഓക്കെ, എന്റെ സമയം, എന്റെ ഈ വിലപ്പെട്ട സമയം, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കൗമാര കാലഘട്ടം അത് വെറുതെ റീൽസ് കണ്ടിട്ടോ മറ്റുള്ളവരുണ്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നെ വേസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമായി മാറരുത് അത്.
നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചൊക്കെ നമ്മൾ എന്താ പറയാ, കുറച്ചൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നമ്മുടെ സെൽഫിലേക്ക് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ സോഷ്യൽ മീഡിയ വഴിയുണ്ട്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനൊക്കെ പറ്റുന്ന അവസരങ്ങൾ സോഷ്യൽ മീഡിയ വഴിയുണ്ട്. സോ അതൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. മറ്റുള്ളവര് നമ്മളിലൂടെ എത്രമാത്രം പണം സമ്പാദിക്കുന്നത് അല്ലേ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും എന്താ പറയാ വ്ളോഗേഴ്സ് അങ്ങനെ ഉള്ള ആളുകളൊക്കെ എത്രമാത്രം പണമാണ് നമ്മളിലൂടെ സമ്പാദിക്കുന്നത്. മറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? നമുക്ക് നമ്മളിലൂടെ പണം സമ്പാദിച്ചു തുടങ്ങിക്കൂടെ ഈ ഒരു സമയത്ത്? നമ്മളെ വെറുതെ സ്ക്രീനിൽ പിടിച്ച് ഇരുത്തിക്കൊണ്ട് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്ന ആളുകള് അവര് പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവര് നല്ല നല്ല വീഡിയോസ് ഇടുന്നു, നമ്മൾ അഡിക്റ്റഡ് ആക്കുന്നു, നമ്മളവിടെ സ്ക്രീനിന് മുന്നിൽ പിടിച്ചിരുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ വെറും ഒരു എന്താ പറയാ വേസ്റ്റഡ് പേഴ്സണാലിറ്റി ആയി മാറിയിട്ട് നമ്മൾ വെറുതെ നമ്മുടെ സമയം ഇതിൽ അന്താളിച്ച് കഴിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു റീല് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെയും നിങ്ങളെ ലൈഫിൽ യൂസ്ഫുൾ ആയിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം. പക്ഷെ നിങ്ങൾ റീൽസ് കണ്ടോളൂ, പക്ഷെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കൊണ്ടുവരുന്നതായിരിക്കണം. അല്ലാത്തതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ടൈമിനെ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ എന്റർടൈൻ കിട്ടുന്ന കാര്യമാണെങ്കിൽ പോലും അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യരുത്. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ. സോ അതുപോലെ നമുക്ക് ഒരു റീസണും ഇല്ലാതിരിക്കുക. നോ സ്ട്രോങ് റീസൺ എന്നുള്ളതാണെങ്കിലും നമുക്ക് നേരത്തെ എണീക്കാൻ കഴിയൂല. നമുക്ക് വ്യക്തമായിട്ടുള്ള നല്ല ഗോൾസ് നമ്മുടെ ലൈഫിൽ വേണം. സോ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോ പ്ലാനിങ് ഫോർ ദ മോർണിംഗ്. നമുക്ക് പിറ്റേന്നൊക്കെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ള മട്ടിലാണെങ്കിൽ നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റൂല. നമ്മൾ എണീക്കാൻ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ കിടക്കാം, ഓക്കെ ഒരു 8 മണി ആവട്ടെ, ഓക്കെ അല്ലെങ്കിൽ 9 മണി ആവട്ടെ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാനാവട്ടെ നമ്മൾ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ ആവരുത്. നമുക്ക് ഓരോ ദിവസത്തിലും പുതിയ പുതിയ ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റണം. ഓരോ മോർണിംഗും നമുക്ക് വൈബ്രേഷനോട് കൂടിയിട്ട് നേരിടാൻ പറ്റണം. ഓരോ മോർണിംഗിലും നമുക്ക് ഓരോ ഗോൾസ് വേണം. നമുക്ക് നമ്മുടെ സെൽഫിലേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയിട്ട് നമുക്ക് മോർണിംഗിനെ വരവേൽക്കാൻ പറ്റണം. സോ നമ്മൾ മനസ്സിലാക്കുക, മോർണിംഗിൽ നേരത്തെ എണീക്കുക, എന്റെ സെൽഫിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. നമ്മുടെ ലിങ്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. സോ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, ഹൗ ടു സ്റ്റാർട്ട് വേക്കപ്പ് ഏർലി എന്നുള്ളത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. എങ്ങനെയാണ് എനിക്ക് നേരത്തെ എണീക്കുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, സ്ലീപ്പ് ഏർലി എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. നേരത്തെ ഉറങ്ങുക. ഓക്കെ. ഇപ്പൊ ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? നമുക്ക് ഇത്തരം ഡിസ്ട്രാക്ഷൻസ് വരും, അപ്പൊ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ സ്ലീപ്പ് ഏർലി, സെയിം ഡേയ്സ്, ഈവൻ എവറി ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യാം, സെയിം ടൈമിൽ ഉറങ്ങാൻ ശ്രമിക്കുക. ഇന്നിപ്പോ ഒരു 10 മണിക്ക് ഉറങ്ങി, നാളെ 12 മണിക്ക്, പിന്നെ മറ്റന്നാൾ 8 മണിക്ക്, ഇങ്ങനെ ആവരുത്. ആക്ച്വലി നമുക്കൊരു ഓക്കെ ഞാൻ എല്ലാ ദിവസവും ഒരു 10-10:30 ഉള്ളിൽ ഉറങ്ങും എന്നുള്ള ഒരു ഇന്റൻഷൻ വെക്കുക. നമ്മൾ ആ ഒരു സമയത്ത് ഓൺ ടൈമിൽ നമ്മൾ ഉറങ്ങുക. വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, നമ്മൾ ആ ഒരു ടൈമിൽ ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം വേണം. അത് എന്റെ ടീനപ്പിലുള്ള ടീൻസ് ക്ലബിലുള്ള എല്ലാ മക്കളും ഞാൻ ഏത് സമയത്ത് ഉറങ്ങും എന്നുള്ളതിന് കറക്റ്റ് ഒരു ടൈം കണ്ടെത്തണം. ഓക്കെ. അത് നിങ്ങൾ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും വേണം. ഓക്കെ. ഏത് ടൈം എന്നുള്ളത് മാത്രമല്ല, ഞാൻ നിങ്ങൾക്കൊരു 7 days ഏർലി മോർണിംഗ് ചലഞ്ചും കൂടെ തരാം. നിങ്ങൾ റെഡിയാണ്? ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ എത്ര ആളുകൾ റെഡിയാണ്? ഓക്കെ. ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നിട്ട് കൈ പൊക്കുക. ഹൃദയമായിരിക്കണം നിങ്ങൾ കൈ പൊന്തിക്കേണ്ടത്, അല്ലാതെ ഓക്കെ സ്ക്രീനിൽ എന്നെ കാണുന്നുണ്ടല്ലോ, ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് കൈ പൊക്കാം എന്നുള്ള രീതിയിലാവരുത്. നിങ്ങൾ ഹൃദയത്തോട് ചോദിക്കുക, ആ ഒരു ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യട്ടെ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ 7 days ആ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. അതായത് വേക്കപ്പ് ഏർലി, നമ്മൾ നമ്മുടെ മേക്ക് ബെഡ് ക്ലീൻലി ആൻഡ് ബ്രഷ് ആൻഡ് വാഷ് ഫേസ്, ഗ്രാറ്റിറ്റ്യൂഡ് 2 minutes ആൻഡ് റീഡിംഗ് 10 minutes, ബ്രീത്തിങ് 5 minutes ആൻഡ് റൈറ്റ് 1 goal ഫോർ ദ ഡേ. ഇതാണ് ചുരുങ്ങിയ ഒരു കാര്യം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്മൈൽ എന്നുള്ള ഒരു ആക്ടിവിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ മുന്നേ ഉള്ള സെഷനുകളിൽ.
ഓക്കെ, നിങ്ങൾക്ക് സ്മൈൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമ്മൾ സ്മൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒരു അരമണിക്കൂറൊക്കെ അതിലേക്ക് മാറ്റി വെച്ചാൽ മതി അല്ലെ, സ്മൈൽ എന്നുള്ള ആ ഒരു ആക്ടിവിറ്റിയിലേക്ക്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സ്മൈൽ എന്നുള്ളത് എന്താന്നുള്ളത്? മാം എന്താന്ന് വെച്ചാല് നമ്മള് നീച്ച ഉടനെ നമ്മള് ബെഡിൽ ഇരുന്നിട്ട് ഗ്രേറ്റ്ഫുൾ ആയ ശേഷം നമുക്ക് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഗ്രേറ്റ്ഫുൾ ആയ ശേഷം പെട്ടെന്നുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നല്ലതല്ലേ. ഓക്കെ, അങ്ങനെ നമ്മളെ ബെഡിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഉന്മേഷത്തോടു കൂടി എണീക്കുക, നമ്മുടെ സെൽഫിലേക്ക് ഒരു സമയം മാറ്റിവെക്കുക, ബ്രീത്തിങ്, മെഡിറ്റേഷന് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ആ സമയത്ത്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒക്കെ ആ സമയത്ത് എഴുതുക. ദെൻ നമ്മളുടെ ഒരു ലക്ഷ്യം, ഗോള്, നമ്മളുടെ ഇന്നത്തെ ദിവസത്തിന്റെ ഗോള്, അതുപോലെ നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോളുകളൊക്കെ സെറ്റ് ചെയ്യുക, അതിലേക്ക് ഫോക്കസ് ആവുക, അതിലേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംതിങ് ചെയ്യുക, നമ്മുടെ ബോഡി മൂവ് ഓൺ ചെയ്യിപ്പിക്കുക. അതായത് എന്തെങ്കിലും സ്ട്രെച്ചിങ്ങോ വാമപ്പ്, എന്തെങ്കിലും എക്സസൈസുകളോ യോഗ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂർ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുക. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റീഡിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ആ സമയത്ത് ചെയ്യുക. നമ്മുടെ ടീൻസ് ക്ലബിലുള്ള മക്കൾ എന്ത് ചെയ്യണം, ഏർലി മോർണിംഗ് ഒരു 10 മിനിറ്റ് എങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പം 7 days ചലഞ്ചിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ടിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ അതിന്റെ ഒരു ചാർട്ട് ചെയ്തുതരാം. നിങ്ങളത് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഡേയ്സിലും നമ്മൾ അതിങ്ങനെ ടിക്ക് ചെയ്ത് പോവുക. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഇൻഷാല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഏർലി മോർണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ സ്ലീപ്പ് ഏർലി എന്ന് പറഞ്ഞു അല്ലെ, നേരത്തെ ഉറങ്ങുക, അതും ഓൺ ടൈമിൽ എല്ലാ ദിവസവും കറക്റ്റ് ഒരു ടൈമിൽ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ അവോയ്ഡ് സ്ക്രീൻ ടൈം ബിഫോർ ദ ബെഡ് എന്നുള്ളതാണ്. ഒരു 30 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റണം നമ്മുടെ സ്ക്രീൻസ്. അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫോൺ വെറുതെ യൂസ് ചെയ്തിട്ട് കുറെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആയിരിക്കരുത് നമ്മളുടെ ഉറക്കം. ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുസ്തകം എന്തെങ്കിലും വായിക്കുക. എന്നും ഒരു പേജെങ്കിലും പുസ്തകം വായിച്ചാൽ മതി. ഓക്കെ, നമ്മളെ സെൽഫിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും പുസ്തകങ്ങൾ ഒരു കുറഞ്ഞ പേജ് വായിക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിലീജിയസ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഹെൽപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. അങ്ങനെ പഠിക്കുക എന്നല്ലതല്ല, വായിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ സംതിങ് ഒരു കുറച്ച് സമയം വായിച്ചിട്ടൊക്കെ ഉറങ്ങാന്നുണ്ടെങ്കിൽ അത് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്ലീപ്പ് ആയിരിക്കും. കാരണം നല്ല എന്താ പറയാ, റിലാക്സ് ആയിട്ടുള്ള ഒരു തോട്ടിലൂടെ ഒക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇങ്ങനെ നല്ല വൈബ്രേഷനിൽ ഉറങ്ങാൻ പറ്റും. സോ അത് ശ്രദ്ധിക്കുക. ദെൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പ്രിപ്പയർ എ മോർണിംഗ് പ്ലാനിങ് എന്നുള്ളതാണ്. മോർണിംഗിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ടു ഡു ലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നൈറ്റിലേക്ക് പോകുമ്പോൾ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ മോർണിംഗിൽ 5 മണിക്ക് എണീക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നു, പിന്നെ അതുപോലെ ഒരു 10 മിനിറ്റ്സ് സ്ട്രെച്ചിങ് ചെയ്യുന്നു, ഒരു 10 മിനിറ്റ്സ് ഞാൻ വായിക്കുന്നു. ദെൻ ഒരു 5 മണിക്ക് എണീറ്റ് ഒരു 6 മണിന്റെ ഉള്ളിലായിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പിന്നെ സ്കൂളിലേക്ക് പോകാൻ റെഡി ആവുന്നു. അങ്ങനെയുള്ളത് ഒരു അന്നത്തെ ഒരു ദിവസത്തെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊന്ന് കറക്റ്റ് ഒന്ന് ടു ഡു ലിസ്റ്റ് എന്നുള്ളത് അറിയാലോ അല്ലെ. നമ്മള് പിറ്റേ ദിവസം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് പോയിന്റ് ആക്കി എഴുതി വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പിറ്റേ ദിവസം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടിക്ക് ഇട്ട് വെക്കുക. അങ്ങനെ നമുക്കൊരു പ്ലാനിങ് പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. സോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ യൂസ് അലാംസ് എന്നുള്ളതാണ്. യൂസ് അലാംസ് ആൻഡ് ഗെറ്റ് അപ്പ് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ പെട്ടെന്ന് എണീക്കാൻ ശ്രമിക്കുക. അലാറം കേട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് മാറ്റി വെക്കുന്നതിന് പകരം പെട്ടെന്ന് എണീക്കാൻ ശ്രമിക്കുക. അത് ഒരു 5 സെക്കൻഡ് റൂളായിട്ട് മാറ്റുക. അത് 5 സെക്കൻഡ് കൊണ്ട് നമ്മൾ അലാറം അടിച്ചു കഴിഞ്ഞാൽ എണീക്കുക എന്നുള്ളത് ഒരു റൂളായിട്ട് തന്നെ മാറ്റുക. അലാറം അടിക്കുക, നമ്മൾ പെട്ടെന്ന് എണീക്കുക എന്നുള്ളത്. അങ്ങനെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ എണീക്കാനൊക്കെ സാധിക്കും. മെയിൻലി പറയാനുള്ളത് നേരത്തെ എണീക്കുക, സ്ക്രീൻ ടൈം കുറക്കുക, നമ്മൾ ടു ഡു ലിസ്റ്റ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം സ്മൈൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ സ്മൈൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കുക, യു ഓൺ യുവർ ഡേ, യു ഓൺ യുവർ ലൈഫ്, യു ഓൺ യുവർ മോർണിംഗ് എന്നുള്ളതാണ്. നിങ്ങളുടേതാണ് ഓരോ മോർണിംഗും അല്ലെ, നിങ്ങളുടേതാണ് ഓരോ രാവിലെകളും, ഓരോ പകലുകളും, ഓരോ രാത്രികളും. സോ അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യുക.
നിങ്ങളുടേതാണ് ഈ ഒരു ജീവിതം, അത് മറ്റാരുടെയും അല്ല. അപ്പൊ നിങ്ങൾ അതിന് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നോ, നിങ്ങൾ എത്രത്തോളം അതിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായിരിക്കും നിങ്ങൾക്കുള്ള റിസൾട്ട്, അതായിരിക്കും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി. സോ മനസ്സിലാക്കുക, നിങ്ങളുടെ രാവിലെയാണ്, മറ്റാരെയും മറ്റൊന്നിനെയും അതിനെ കൈകടത്താൻ അനുവദിക്കരുത്. നിങ്ങൾ നിങ്ങളായിട്ട് മുന്നോട്ട് പോവുക, നിങ്ങളുടെ ഓരോ മൊമെന്റ്സും എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലാക്കുക, സ്മാൾ ചേഞ്ചസ് ഗിവ്സ് ബിഗ് റിസൾട്ട്സ്. നമുക്ക് കുഞ്ഞു കുഞ്ഞു നമ്മളുടെ ഓരോ ഹാബിറ്റുകൾ, കുഞ്ഞു കുഞ്ഞു ചേഞ്ചസുകൾ നമുക്ക് വലിയ തരത്തിലുള്ള വിജയങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും. ഇത് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന വാക്കാണ് മക്കളെ. നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ഹാബിറ്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിക്കോളി, നിങ്ങൾക്ക് വലിയ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കി തുടങ്ങാൻ പറ്റും. ഇത് ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാണ്. ഞാൻ വലിയ രീതിയിലൊന്നും എന്റെ സെൽഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരാളൊന്നും ആയിരുന്നില്ല കുറച്ച് സമയങ്ങൾക്ക് മുന്നേ. എനിക്ക് അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ആ സമയങ്ങളിലൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ആണ് എടുത്തു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഡെയിലി കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എന്റെ സെൽഫിലേക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. സോ എനിക്ക് പിന്നീട് അതിന് വലിയ വലിയ റിസൾട്ടുകൾ കിട്ടി തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ ചെയ്ത സമയത്തൊന്നും ചിലപ്പോൾ എനിക്ക് കാര്യമായിട്ട് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെറിയ ചെറിയ രീതിയിൽ മൂവ് ഓൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. ചില സമയങ്ങളിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടെങ്കിലും എന്ത് ചെയ്തു, എന്തെങ്കിലും സംതിങ് ന്യൂ ആയിട്ട് സംതിങ് ചെറിയ ചെറിയ ചേഞ്ചുകൾ എന്റെ ചിന്തകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു, അതിന്റെ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. സോ ഇന്ന് ഞാനിപ്പം ഏതവസ്ഥയിലാണോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, ഇപ്പം ഒരു ടീനേജ് കോച്ചായിട്ടോ അല്ലെങ്കിൽ ഒരു മൈൻഡ് പവർ ട്രെയിനർ ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പം